തിരുവനന്തപുരത്ത് തീരദേശ മേഖലയിലൊക്കെ ബി.ജെ.പിയുടെ എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന് വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. ഇന്ന് മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഒരു റോഡ് ഷോയിൽ 100 കണക്കിന് പേരാണ് പങ്കെടുത്തത്. പെൻഷൻ ലഭിക്കാത്ത ഉൾപ്പെടെയുള്ള തീരദേശത്തെ പ്രശ്നങ്ങൾ അവർ സ്ഥാനാർത്ഥിക്ക് മുന്നിൽ വെച്ചു. ആ റിപ്പോർട്ടിലേക്ക്. ഞങ്ങൾ സാധുക്കളായ ഞങ്ങൾക്ക് വിധവയ്ക്കുള്ള പെൻഷനാണ്. രോഗികളുണ്ട്, ക്യാൻസർ പിടിച്ച രോഗികൾ കിടക്കണം, നടക്കാൻ വയ്യാത്ത വിലാംഗികൾ കിടക്കണം, വേല ചെയ്യാൻ കഴിവില്ലാത്തവർ കിടക്കണം, ഹാർട്ട് പേഷ്യന്റുകൾ കിടക്കണം. അപ്പൊ ഞങ്ങൾ ജനിച്ച മണ്ട് ഞങ്ങൾ ജീവിക്കണം. തീരത്തെ സുരക്ഷിതമല്ലാത്ത വീടും തൊഴിലില്ലായ്മയും പെൻഷൻ ലഭിക്കാത്തതുമായി നിരവധി പ്രശ്നങ്ങളാണ് മത്സ്യത്തൊഴിലാളികൾ ആവലാധിയായി രാജീവ് ചന്ദ്രശേഖറിന് മുമ്പിൽ അവതരിപ്പിച്ചത്. തീരദേശത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രത്യേക പദ്ധതി നടപ്പിലാക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കുടിവെള്ളം, കടലാക്രമണം, വീട്, പിന്നെ PM സ്വാനിധി, ഇവിടെ എല്ലാ മത്സ്യവില്പനക്കാർക്ക് ഇപ്പോൾ അവർ പോയി ലോൺ എടുക്കുന്നത് ഈ ബ്ലേഡ് കമ്പനിയിൽ നിന്നും വലിയ വില ലോൺ എടുക്കുന്നത്. എല്ലാവർക്കും PM സ്വാനിധി ലോൺ, അത് 10,000 മുതൽ 5 ലക്ഷം വരെ വിത്തൗട്ട് സെക്യൂരിറ്റി. അപ്പോൾ അതും പിന്നെ ഒരു ലാർജർ ഫ്രെയിംവർക്ക്, ഒരു കോഓപ്പറേറ്റീവ് ഉണ്ടാക്കുന്നതും, ഇവിടെ ഫിഷ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസും, ഒരു മാരിടൈം സ്കിൽ സെൻറ്റർ, ഇവിടെ ഈ വരുന്ന പോർട്ടിൽ നമ്മളെ കുട്ടികൾക്ക്, ഇവിടുത്തെ കുട്ടികൾക്കും തൊഴിൽ കിട്ടാൻ, അവർക്ക് ട്രെയിൻ ചെയ്യാൻ ഒരു മാരിടൈം സ്കില്ലിംഗ് സെൻറ്റർ അതും ഉണ്ടാക്കാൻ ആണ് മാസ്റ്റർ പ്ലാൻ. അതെ, അവർക്ക് ഇവിടെ പഠിച്ച് ആ സ്കില്ലിംഗ് സെൻറ്ററിൽ പഠിച്ച് ഫ്രീ ആയിട്ട് പഠിച്ച് പോർട്ടിലാണോ ഷിപ്പിംഗ് ലൈനിലാണോ വേറെ ഏതെങ്കിലും മേഖലയിലാണോ തൊഴിൽ കിട്ടാനും അവർക്കൊരു അവസരം കിട്ടും. തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റോഡ് ഷോ വിഴിഞ്ഞം ഹാർബറിൽ നിന്നും ആരംഭിച്ച തീരദേശത്തെ മേഖലകളിൽ നിരവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് സമാപിച്ചത്. റോഡ് ഷോയിൽ വിജയൻ തോമസ്, ഷോൺ ജോർജ് തുടങ്ങിയ നേതാക്കളും പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.